വാഗമന്റെ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ നിങ്ങൾ കണ്ടില്ലേ? ഇത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റിയൊരു റിസോർട്ട് ഉണ്ട് വാഗമണിലുള്ള ഓട്ട്മോർ റിസോർട്ട്. വന്നപാടെ നമ്മൾ പറയില്ല, നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ നമുക്കൊരു കംപ്ലീറ്റ് റിവ്യൂ പറയാനുള്ളത്. അടിപൊളി റിസോർട്ടാണ്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു വാഗമൺ കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് നേരെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്നത് തങ്ങൾപ്പാറയാണ്, അതുപോലെ കുരിശുമല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കംപ്ലീറ്റ് ജോഗ്രഫി തന്നെ മനസ്സിലാകും. നല്ല അടിപൊളി ക്ലൈമറ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് പോകാം, ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും കാണാം. ഓക്കെ, അകത്തേക്ക് പോകുന്നതിന് മുന്നേ അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. ഒരു 5 മാസത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷം കേട്ടോ ഞാനൊരു വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. ആക്ച്വലി ഇതിങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും വിചാരിച്ചതല്ല. പക്ഷെ എന്തോ ഈ ഫോണും ഹാങ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈകാതെ എൻ്റെ വാഗമൺ ട്രിപ്പിൻ്റെ ഓർമ്മകളൊക്കെ അടയുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് ഒന്ന് വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഒന്നും നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു ഒരു വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ സെക്കൻഡ് ഡേ ആട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്തത്. ഇത് ഓട്ട്മോർ റിസോർട്ടാണ് വാഗമൺ. ആക്ച്വലി എൻ്റെ കസിൻ്റെ ഫ്രണ്ടിൻ്റെ റിസോർട്ടാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു റിസോർട്ടിലൊക്കെ പോയി സ്റ്റേ ചെയ്യുന്നത്. ഒരു എസ്തെറ്റിക് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ റൂമിനും ഭയങ്കര എസ്തെറ്റിക്കായിരുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ, എൻ്റെ മനസ്സിലൊരു വീട് എന്ന് പറഞ്ഞാൽ ആ ഒരു ലുക്കിലാണ്. അവിടുത്തെ ബെഡ്റൂമൊക്കെ എന്ത് ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യമായിട്ടുള്ള നമ്മളവിടെ ഉച്ചയ്ക്ക് എത്തി, പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് നല്ല ചില്ലൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് സൈറ്റ് മീനൊക്കെ പോയി, പിന്നെ നല്ല കട്ടൻ ചായ കുടിച്ച് തിരിച്ച് റൂമിലെത്തി. പിന്നെ വൈകുന്നേരം ആയിരുന്നു നമ്മുടെ മെയിൻ പരിപാടി, സ്വിമ്മിങ് പൂൾ. ഈ കസിൻസിൻ്റെ ഒക്കെ ഒപ്പം സ്വിമ്മിങ് പൂളിൽ കിടന്ന് പൊളിക്കാൻ പറഞ്ഞാൽ അടിപൊളിയാണ്. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ആകാശത്തേക്ക് നോക്കുമ്പോൾ കുറേ നക്ഷത്രങ്ങളും താഴെ നല്ല അടിപൊളി നീല കളർ വെള്ളവും, പിന്നെ സൈഡിൽ കൂടെ നമുക്ക് നല്ല അടിപൊളി അൽഫാം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡൊക്കെ നമുക്ക് അവിടെ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹെൽപ്പർ ചേട്ടനുണ്ട്. ചേട്ടൻ നമുക്ക് വേണ്ടി നല്ല അൽഫാം ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വൈബായിരുന്നു. ഒരുപാട് നേരം വെള്ളത്തിൽ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതേപോലെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യില്ല, ഫുൾ എൻജോയ് ചെയ്യാമായിരുന്നു. കല്യാണിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിലൊക്കെ കളിക്കാനായിട്ട്. പിന്നെ അങ്ങനെ അധികം ആഴമൊന്നുമില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രി നല്ല തണുപ്പായിരുന്നു, നമ്മൾ കിടുക്കാച്ച തണുപ്പെന്നൊക്കെ പറയില്ലേ. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ട് സംഭവം നല്ല സൂപ്പറായിരുന്നു. പിന്നെ എൻ്റെ സ്വപ്നങ്ങളിലെ ഒരു മോർണിംഗ് അതാണിതൊരു ഡ്രീം കം ട്രൂ മോർണിംഗ് എന്ന് പറയില്ലേ. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇതുപോലെ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം പ്രകൃതി മലകളും കുന്നുകളൊക്കെ ഉള്ള ഒരു ഗ്ലാസ് ഇട്ട ഡോറൊക്കെ ഉള്ള റൂമിൽ താമസിക്കണമെന്ന്. പക്ഷെ അതിങ്ങനെ നടക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ രാവിലത്തെ രമണീയതയൊക്കെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ വീണ്ടും പൂളിലേക്കായിട്ടോ പോയത്. കുട്ടിപ്പടം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഫുൾ പൂളിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരുടെ കൂടെ എൻജോയ് ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നമ്മൾ വാഗമൺ സൈറ്റ് സീയിങ്ങിലേക്ക് പോയി. ആക്ച്വലി ഞാനും കല്യാണിയും സെയിം ടീഷർട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ഫോട്ടോയ്ക്കൊന്നും എനിക്ക് താല്പര്യമുള്ള പോലെ എൻ്റെ മോൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ പോയത് വാഗമൺ ലേക്കിലേക്കാണ്. വാഗമൺ ലേക്കിൽ അതിരാവിലെ എത്തിയതുകൊണ്ട് തന്നെ ഒട്ടും ടൂറിസ്റ്റുകളൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല. പിന്നെ വെയിലാണ്, പക്ഷെ എങ്കിൽ കൂടി ഒരു തണുപ്പുണ്ട്. ഇവിടെ ഞാൻ വോയിസ് റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഗമൺ ലേക്കിലാണ്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു അടിപൊളി വീട്, ലവ് 24/7 സൂത്ത് ഇതുപോലുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള വീടൊക്കെയാണ്. ഇത് കുറേ സിനിമകൾക്ക് ലൊക്കേഷനാണ്. നല്ല രസം, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിനൊക്കെ വരാണെങ്കിൽ ഇതുപോലത്തെ തൊപ്പിയൊക്കെ കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് കയറാം. ബോട്ടിങ്ങിന് പോകാനും അതുപോലെ ഈ വീട്ടിലേക്ക് ഉള്ള പ്രവേശനം, പിന്നെ അതുകൂടാതെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുണ്ട്, പാർക്കുണ്ട്. പിന്നെ എല്ലാം കൂടെ 50 രൂപയായിട്ടോ എൻട്രി ഫീസ്. നമുക്ക് അവിടെ ഒരു ആമ്പൽപ്പാടമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടിട്ട് വരാം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആമ്പൽപ്പാടത്തിലേക്കായിട്ട് പോയത്. ഒരുപാട് ആമ്പലുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം നമ്മൾ വലിയ റിസ്ക് എടുത്ത് പറിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ കസിൻ ചേച്ചി അവിടെ ആഞ്ഞ പരിശ്രമത്തിലായിരുന്നു ആമ്പലൊക്കെ പറിക്കാനായിട്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ആമ്പലൊക്കെ പറിച്ചിട്ടോ. പിന്നെ ഈ ആമ്പൽ വെച്ചിട്ടൊരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക് അവിടെ ഉണ്ടാകുന്നത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും പിന്നെ ഇങ്ങനത്തെ കുറച്ച് സുന്ദരി മണികളുടെ ആമ്പൽ ഫോട്ടോഷൂട്ടും. അത് നമുക്കൊന്ന് ഹലോ,
വാഗമണിലെ രണ്ടാമത്തെ ഫേമസ് സൈറ്റ് പൈൻ ഫോറസ്റ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ശരിക്കും പൊതുവെ വരാറുള്ളപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ മുകളിൽ ഭാഗത്താണ് ഇറങ്ങുന്നത്. പക്ഷെ അവിടെ എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ തവണ എത്തിയിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിന്റെ താഴ്ഭാഗത്തായിട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വഴി ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോൾ നോക്കിയാൽ നല്ല സൈലൻസ്. നമ്മളിങ്ങനെ ഒരു പീസ്ഫുൾ സ്ഥലം കാണാൻ പോകുമ്പോൾ ഭയങ്കര ക്രൗഡഡ് ആവുന്നേക്കാളും നല്ലത് ഇതുപോലെ ശാന്തസുന്ദരമായിട്ടിരിക്കുന്ന. ഇവിടെ സൈഡിലൊരു ലേക്ക് ഉണ്ട്. ലേക്കിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോസ് എടുക്കുക, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടീസ്. നമ്മളെല്ലാവരോടും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടോ, ഒരു 3/4 മണിക്കൂറുകളോളം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നല്ല ചില്ല് ചെയ്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുട്ടികൾക്കാണല്ലോ ഓടിക്കളിക്കാനും നല്ല സ്ഥലം ഉണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, കിടക്കാനും സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ നല്ല ഇഷ്ടമായി. ഇഷ്ടായോ പൈൻ ഫോറസ്റ്റ്? പിന്നെ ഇനി എങ്ങോട്ടാ പോണേ? ഫുഡ് കഴിക്കാൻ. അപ്പൊ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനായിട്ടോ. ടൈം ഏകദേശം 2 മണിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ നല്ല അടിപൊളി ചട്ടിച്ചോറും മീൽസും ഒക്കെ ആയിട്ടോ പറഞ്ഞത്. ചട്ടിച്ചോറ് നല്ല ഗംഭീരമായിരുന്നു. ഫുള്ള് കഴിച്ചു തീർക്കാൻ വേണ്ടി 2 പേരുടെ സഹായം തേടേണ്ടി വന്നു. ഫുഡൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് പാർക്കിൽ പോകണം എന്നുള്ള അവരുടെ ആഗ്രഹം നമ്മൾ അവിടുത്തെ പാർക്കിൽ തന്നെ ഇരുന്ന് സാധിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചില സ്ഥലത്ത് നല്ല തണുപ്പും ചില സ്ഥലത്ത് നല്ല ചൂടും പറഞ്ഞു. അപ്പോൾ ആ കല്യാണിക്ക് അതുകൊണ്ട് ചെന്നപാടെ ഐസ്ക്രീമൊക്കെ ആയിരുന്നു കഴിച്ചത്. അപ്പോൾ തന്നെ ടൈം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. പിന്നെയും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരികെ വീടെത്തുമ്പോൾ ഒരുപാട് ലേറ്റ്. അപ്പോൾ നമ്മൾ റിട്ടേൺ യാത്ര തിരിച്ചു. എന്തായാലും ഈ ഒരു 2 ദിവസം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചൊരു യാത്രയായിരുന്നു. പക്ഷേ പറയില്ലേ നമ്മൾ അൺപ്ലാൻ ട്രിപ്സ് ആർ മോർ ബ്യൂട്ടിഫുൾ ദാൻ പ്ലാൻ ട്രിപ്സ്. ആരാ പറഞ്ഞതെന്ന് അറിയില്ല, ഞാനിപ്പോൾ സ്വന്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ശരിക്കും അങ്ങനെയായിരുന്നു. ഒട്ടും പ്ലാനിങ്ങില്ലാതെ പോയൊരു യാത്രയാണ്. പക്ഷെ അത് വളരെ മനോഹരമായി. ഒന്നാമത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള സ്ഥലത്തിലൂടെ തന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുറേ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ മാറിക്കിട്ടുമെന്ന് പറയും. കാരണം നമ്മൾ കണ്ണു തുറന്ന് എവിടെ നോക്കിയാലും നല്ല ഹരിതാപവും നല്ല തെളിഞ്ഞ ആകാശവും നല്ല തണുത്ത കാറ്റും പിന്നെ ഒട്ടും തന്നെ ഒരു ട്രാഫിക്കോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത വഴികളും. അപ്പോൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ നമ്മളെ ഇടയ്ക്ക് എന്തായാലും പോകണമെന്ന് തന്നെ പറയാം. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോവുക. കാരണം അത് നമ്മൾ ജീവിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ. നമ്മളെന്നും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അന്നേക്കുള്ളത് മാത്രം കണ്ടെത്തി ജീവിച്ചാൽ അതും ജീവിതം തന്നെയാണ്. പക്ഷേ അത് കുറച്ചും കൂടി മനോഹരമാവുന്നത് ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോഴാണ്. ഇനിയുള്ള യാത്രകൾ ഇനിയും ഇതുപോലെ ഒരുപാട് മനോഹരമായ യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു യാത്രാ വിവരണവുമായി ഞാൻ വീണ്ടും വരും. സോ ഇറ്റ്സ് ടൈം ടു സേ ബൈ.